إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീൻ, ഈ ഇസ്ലാം ദീൻ മനുഷ്യൻ്റെ രക്തത്തിനും ജീവനും സമ്പത്തിനും അഭിമാനത്തിനുമെല്ലാം വളരെ പവിത്രത നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരവ് നൽകിയ അവൻ്റെ സൃഷ്ടികളാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ പരസ്പരം രക്തവും ജീവനുമെല്ലാം അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുണ്ട്. ഒരാളും മറ്റൊരാളുടെ രക്തം അതല്ലെങ്കിൽ അയാളുടെ ജീവൻ അന്യായമായി ഹനിക്കാൻ, കൊന്നുകളയാൻ പാടുള്ളതല്ല. അത് കടുത്ത അപരാധമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ മനുഷ്യരുടെ രക്തത്തിനും ജീവനും മാത്രമല്ല, മൃഗങ്ങളുടെ ജീവന് വരെ, അവരെ കൊണ്ടുവരെ അന്യായമായി അതിനെ വെറുതെ ഒരു ജീവിയെയും ഒരു ജന്തുവിനെയും കൊലപ്പെടുത്തരുത് എന്നുവരെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ധാരാളം സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഹഖിന് വേണ്ടിയല്ലാതെ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള പ്രതിക്രിയകൾക്ക് വേണ്ടിയല്ലാതെ അല്ലാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെയും ഒരു ശരീരത്തെയും നിങ്ങൾ കൊന്നുകളയരുത്. അല്ലാഹു അതാ അവൻ്റെ നല്ലവരായ അടിമകൾ, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമകളെക്കുറിച്ച് അല്ലാഹു പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവർ അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹുകളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്, ആരാധിക്കാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഹഖിന് വേണ്ടിയല്ലാതെ, അഥവാ നേരത്തെ പറഞ്ഞതുപോലെ കൊലക്ക് കൊല എന്ന രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രതിക്രിയക്ക് വേണ്ടിയല്ലാതെ ഒരു നഫ്സിനെയും കൊന്നുകളയാത്തവരാണ്. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരുമാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അല്ലാഹു പറഞ്ഞു, ഈ പറഞ്ഞ തിന്മകൾ ആരെങ്കിലും ചെയ്താൽ അവൻ നരകത്തിന്റെ പടുകുഴിയിൽ ചെന്ന് പതിക്കുന്നതാണ്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന. ശേഷം അല്ലാഹു പറയുകയാണ്,
ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷ അല്ലാഹു ഇരട്ടിപ്പിച്ചു നൽകും. മാത്രമല്ല നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. സഹോദരങ്ങളെ, തിന്മകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന തിന്മകളാണ് അല്ലാഹു ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഏറ്റവും കടുത്ത അപരാധം, തിന്മകളിൽ വെച്ച്, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലാണ്. അല്ലാഹുവിന് പുറമെ മറ്റു ഇലാഹുകളെ ആരാധിക്കലാണ്. അതിനുശേഷം അല്ലാഹു പറഞ്ഞത് അന്യായമായി, അതല്ലെങ്കിൽ കൊലപാതകമാണ്. സഹോദരങ്ങളെ, കൊലപാതകം എന്നത് അത് പുരുഷനാവട്ടെ, സ്ത്രീയാവട്ടെ, ചെറുതാവട്ടെ, വലുതാവട്ടെ, മുസ്ലിമാവട്ടെ, കാഫിറാവട്ടെ, ആരുമാവട്ടെ, ഒരാളെയും അല്ലാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെയും കൊന്നുകളയാൻ നമുക്ക് പാടുള്ളതല്ല. അത് പരിശുദ്ധ ദീൻ വളരെ ഗൗരവമായി അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. സഹോദരങ്ങളെ, എത്രയെത്ര വാർത്തകളാണ് നമ്മൾ ദിനേന പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ കാണുന്നത്. എല്ലാ ദിവസവും കാണുകയാണ്, ഇന്നയാൾ മറ്റേയാളെ കൊന്നു, അയൽവാസി അയൽവാസിയെ കൊന്നു, വാപ്പ മകനെ കൊന്നു, മകൻ വാപ്പയെ കൊന്നു, മറ്റേയാളുടെ ഭാര്യയെ ഇയാൾ കൊന്നു, വീട്ടിൽ കയറി വെട്ടി 3 പേരെ കൊന്നു. എത്രത്തോളം വന്ന അവസാനവത 9 മാസം 10 മാസത്തിനടുപ്പിച്ച് ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവിനെ പോലും കൊന്നുകളഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, അത് നമ്മുടെ മലയാളത്തിലാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ഭാഷയിലാണ് നമ്മൾ ഈ കേൾക്കുന്നത്, വിദൂരത്തല്ല, നമ്മുടെ സമീപത്താണ്. അതുകൊണ്ട് ഈ കടുത്ത തിന്മ ഇത് വളരെ ഗൗരവമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. അല്ലാഹു സൃഷ്ടിച്ചു, എന്നിട്ട് സഹോദരങ്ങളെ നമുക്ക് ജീവൻ നൽകി, നമുക്ക് അല്ലാഹു ജീവിതം നൽകി, അല്ലാഹു അവന്റെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അല്ലാഹു തആല ആകാശഭൂമികളിൽ നിന്ന് നമുക്ക് ഉപജീവനം നൽകി, നമുക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ നൽകി, എല്ലാ കാര്യങ്ങളും നൽകി. അല്ലാഹു തആല പരസ്പരം സൃഷ്ടികളുടെ രക്തത്തിനും അതുപോലെ ശരീരത്തിനും ജീവനും പവിത്രത നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം വളരെ ഗൗരവത്തിൽ, ഇത് കടുത്ത തിന്മയാണ്, വളരെ ഗൗരവമാണ് എന്നത് നമ്മൾ ആവർത്തിച്ചു പഠിച്ചു വെക്കുക. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, മനുഷ്യർ തമ്മിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്തിൻ്റെയൊക്കെ പേരിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില കാരണങ്ങൾ കേട്ടാൽ വളരെ നിസ്സാരമായിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് ഒരു ജീവൻ ഹനിച്ചു കളയുകയാണ്. ഒരു മനുഷ്യനെ കൊന്നുകളയാൻ അറപ്പില്ലാത്ത, കൈവിറക്കാത്ത, സ്വന്തം മാതാവിനെ കൊന്നുകളയാൻ കൈവിറക്കാത്ത, ഒരു ഉളുപ്പമില്ലാത്ത ഒരു തലമുറയാണ് സഹോദരങ്ങളെ വളർന്നു വരുന്നത് നമുക്ക് ചുറ്റുമുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചെറിയ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ വാക്ക് തർക്കമുണ്ടായപ്പോൾ അതിന്റെ പേരിൽ പകവെച്ച് കൊന്നുകളയുകയാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ, എത്ര വാർത്തകൾ, ഒരു പ്രേമം, ആ പ്രേമം തെറ്റിയതിന്റെ പേരിൽ, അതിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകളയുകയാണ്. അതുപോലെ തന്നെ ചെറിയ അയൽപക്ക അതിർത്തിയുടെ തർക്കം, അതുപോലെ കച്ചവടവുമായി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും സഹോദരങ്ങളെ ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്. എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളയുന്നത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ നമുക്ക് വായിക്കാം. അതാ അല്ലാഹു പറയുന്നു, വതുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ്. നബിയെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കളുടെ ചരിത്രം, അവരുടെ വൃത്താന്തം താങ്കൾ അവർക്ക് ഹക്കായിക്കൊണ്ട്, സത്യമായിക്കൊണ്ട് ഓതിക്കൊടുക്കുക, പാരായണം ചെയ്തു കൊടുക്കുക. ഇദ് ഖറബാ ഖുർബാനൻ, അവർ 2 പേരും ഒരു ബലി സമർപ്പിച്ചു, അഥവാ ഒരു സ്വദഖ അത് സമർപ്പിക്കുകയുണ്ടായി. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ, അവരിൽ നിന്ന് ഒരാളുടെ അടുക്കൽ നിന്നും അല്ലാഹു തആല അത് സ്വീകരിച്ചു, മറ്റേയാളുടേത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അഥവാ തഫ്സീറുകളിൽ കാണാം, ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ബലി വല്ല സ്വദഖയും നൽകി കഴിഞ്ഞാൽ, അതൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് തീ വന്നുകൊണ്ട് സ്വീകരിക്കപ്പെട്ട സ്വദഖയെ അത് വിഴുങ്ങും, അല്ലാത്തത് അവിടെ ബാക്കിയാകുമെന്നാണ്.
ഈ രണ്ടു മക്കൾ അഥവാ ഖാബീലും ഹാബീലും എന്ന് തഫ്സീറുകളിൽ കാണാം. ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖാബീലും ഹാബീലും രണ്ട് ബലി, രണ്ട് സദഖകൾ സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ ഹാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടു, ഖാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതാണ് ചരിത്രം. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഖാബീൽ ഹാബീലിനോട് പറഞ്ഞു, അഥവാ സഹോദരൻ സഹോദരനോട് പറഞ്ഞു, അള്ളാഹു അറിയിക്കുകയാണ്, ഖാല ലഅഖ്തുലന്നക, നിന്നെ ഞാൻ കൊന്നുകളയും. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഒരു അസൂയ, അഥവാ അവൻ്റെത് സ്വീകരിക്കപ്പെട്ടു, എന്റേത് എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന അസൂയയുടെ പിന്നിൽ സംഭവിച്ചതാണ് ഒരു കൊലപാതകം. അള്ളാഹു അതാ തുടരുന്നു. ഖാല, അപ്പോൾ സഹോദരൻ ഹാബീൽ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്ന ആളുകളിൽ നിന്നു മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് തിരിച്ചു പറയുകയുണ്ടായി ഹാബീൽ അഥവാ ഖാബീലിന്റെ സഹോദരൻ, ആദം നബിയുടെ രണ്ട് മക്കളിൽ ഒരാൾ. അല്ലാഹു അതാ തുടരുന്നു, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദിയ ഇലൈക ലിഅഖ്തുലക. അതാ ഖാബീൽ ഹാബീലിനെ കൊല്ലാൻ ഓങ്ങിയപ്പോൾ സഹോദരൻ പറയുകയാണ്, നീ എന്റെ നേർക്ക് കൈ ഓങ്ങുകയാണെങ്കിൽ എന്നെ കൊല്ലാൻ, സഹോദര ഞാൻ നിന്റെ നേർക്ക് കൈ ഓങ്ങുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, തീർച്ചയായും ഞാൻ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. സഹോദരങ്ങളെ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടു മക്കളുടെ ചരിത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമുഖത്ത് സംഭവിച്ച ആദ്യത്തെ കൊലപാതകമാണത്. അതെന്തിന്റെ പേരിലാണെന്ന് നോക്കൂ നിങ്ങൾ. ഒരു ഹസദിന്റെ പേരിലാണ്, ഒരു അസൂയയുടെ പേരിലാണ്. സഹോദരൻ സഹോദരനെ കൊല്ലുകയാണ്. അതാ അല്ലാഹു തആല ശേഷം അറിയിക്കുകയാണ്, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. സഹോദരൻ ഹാബീൽ ഖാബീലിനോട് പറയുകയാണ്, നിന്റെ പാപം അഥവാ നീ എന്നെ കൊന്നുകൊണ്ടുള്ള പാപവും അല്ലാതെ നിന്റെ കൈകളിലുള്ള പാപത്തിന്റെ പേരിലും നീ അതിന്റെ പേരിൽ ശിക്ഷക്കർഹനാവണം, നീ അങ്ങനെ നരകത്തിൽ പോകണം, അക്രമികൾക്കുള്ള ശിക്ഷ നരകമാണ്, അതാണ് എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ തിരിച്ചു കൊല്ലുകയില്ല, നീ ചെയ്തതുപോലെ നീ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുകയില്ല എന്ന് തിരിച്ചു പറഞ്ഞു. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അല്ലാഹു പറയുകയാണ്, അങ്ങനെ അതാ ആ സഹോദരൻ മറ്റേ സഹോദരനെ കൊല്ലാൻ അവന്റെ മനസ്സ് പ്രേരണ നൽകുകയും അങ്ങനെ കൊന്നുകളയുകയും ചെയ്തു. അല്ലാഹു പറയുന്നു, ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ അവൻ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടുപോയി. അഥവാ സഹോദരങ്ങളെ, ഒരു നഫ്സിനെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ തന്നെ നഷ്ടമാണ്, ആഖിറത്തിലും അതുപോലെ തന്നെയാണ്. അല്ലാഹു അതാ ശേഷം പറയുന്നു, ഫബഅത അല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ. ഈ ഖാബീൽ ഹാബീലിനെ കൊന്നതിനു ശേഷം ഈ ശരീരം എന്ത് ചെയ്യണമെന്നറിയാതെ മുകളിലോട്ട് നോക്കിയിരിക്കുമ്പോൾ, അങ്ങനെ നടക്കുമ്പോൾ അതാ അള്ളാഹു ഒരു കാക്കയെ അയക്കുകയാണ്. ആ കാക്ക വന്നുകൊണ്ട് മണ്ണു മാന്തി കുഴിയെടുത്ത് അതിലൊന്നിനെ കാക്ക മറ്റൊരു കാക്കയെ കുഴിച്ചുടുന്നത് കണ്ടപ്പോൾ ഇയാള് പറയുകയാണ്, യാ വൈലതാ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബി ഫഉവാരി സൗഅത അഖീ. എന്റെ സഹോദരന്റെ മൃതദേഹം ഈ കാക്ക ചെയ്യുന്നത് പോലെ ചെയ്യാൻ പോലും എനിക്ക് സാധിക്കാതെ പോയല്ലോ. ഫഅസ്ബഹ മിനൻ നാദിമീൻ. അല്ലാഹു വീണ്ടും പറയുന്നു, അയാൾ അങ്ങനെ ദുഃഖത്തിലായിരുന്നു പോയി എന്നാണ്, അവൻ അങ്ങേയറ്റത്തെ സങ്കടത്തിലായി പോയി. സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞത് നോക്കൂ. ആദ്യം പറഞ്ഞു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അവൻ നഷ്ടക്കാരിൽ പെട്ടുപോയി. രണ്ടാമത് അല്ലാഹു പറയുകയാണ് ഫഅസ്ബഹ മിനൻ നാദിമീൻ, അവൻ കുറ്റബോധത്തോടെ സങ്കടത്തോടെ അങ്ങനെ ദുഃഖത്തിലാണ്ടുപോയി എന്നാണ്. സഹോദരങ്ങളെ, എല്ലാ കൊലപാതകവും ഇങ്ങനെ തന്നെയല്ലേ? എത്ര എത്ര കൊലപാതകങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. കൊന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ചിന്ത വരിക. എന്നാൽ ഒരു പടി കടന്നിട്ടാണ് സഹോദരങ്ങളെ ഇന്നലകളുടെ വാർത്തകൾ നമ്മൾ കാണുന്നത്. കൊലപാതകം ചെയ്തിട്ട് പോലും ഒന്നും സംഭവിക്കാത്തതുപോലെ, അവനെന്തോ നന്മ ചെയ്തതുപോലെയാണ് അത്തരം ആളുകളുടെ അവസ്ഥകൾ. എന്തുമാത്രം ദൗർഭാഗ്യകരമാണ് സഹോദരങ്ങളെ. എവിടേക്കാണ് ഈ തലമുറ പോകുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നു പറയാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ്. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ വലിച്ചെറിഞ്ഞപ്പോൾ, ആ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ വലിച്ചെറിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള അക്രമങ്ങളിലേക്ക്, അതിക്രമങ്ങളിലേക്ക് ആളുകൾ ചെന്നു പതിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് സഹോദരങ്ങളെ മതനിഷേധം. അള്ളാഹു ഇല്ല, ഈ ദീൻ നിഷേധിച്ചു, പ്രവാചകനെ നിഷേധിച്ചു, പ്രവാചകനെ ചീത്ത വിളിച്ചു. പിന്നെ എന്ത് സംഭവിക്കും? എല്ലാം അരാജകത്വമാണ്. ഞാൻ എന്തിന് നന്മകൾ ചെയ്യണമെന്ന ചിന്തയാണ് അത്തരം നിരീശ്വരവാദികൾക്ക്, അതുപോലെയുള്ള നിർമ്മതവാദികൾക്കുള്ളത്. പിന്നെ എല്ലാ ഹറാമുകളും തോന്നിയതുപോലെ എന്തും ചെയ്യാം. ഒരാളോടും ഒരു പ്രതിബദ്ധതയുമില്ല, ഒരു ബാധ്യതയുമില്ല, ഒരു നന്ദി വാക്ക് പോലും ഒരാളോടും പറയേണ്ട ബാധ്യത നമുക്കില്ല എന്നതാണ് പുതിയ തലമുറകൾക്ക് കുത്തിവെച്ചു കൊടുത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരം മ്ലേച്ഛമായ ചിന്തകളാണ്. അതുപോലെ സഹോദരങ്ങളെ, മയക്കുമരുന്ന്, ലഹരിയുടെ ഉപയോഗം, എന്തുമാത്രം വാർത്തകളാണ് ഇത്തരം ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഇന്നലകളിലെ വാർത്തകൾ നമ്മൾ കേട്ടത്. നമ്മൾ കേട്ടു ഒരു മാതാവിനെ, ഒരു ഉമ്മയെ കൊല്ലാൻ മാത്രം അവന്റെ കൈകൾ വിറക്കാതെ ആയുധം ഏന്തുകയുണ്ടായി. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? എന്താണ് ആ കാര്യം? ലഹരിയാണ്. ഇന്ന് സ്കൂളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനങ്ങളിൽ നമുക്ക് കാണാം സഹോദരങ്ങളെ, 1000 ചില്ലാനം വരുന്ന സ്കൂളുകളിൽ മയക്കുമരുന്നുകൾ സുലഭമാണ്, വ്യാപകമാണ്. ആരാണ് ഈ വാങ്ങിച്ച് കഴിക്കുന്നത്? നമ്മുടെ വിദ്യാർത്ഥികളാണ്, നമ്മുടെ കുട്ടികളാണ്. സഹോദരങ്ങളെ, അവർ തനിച്ചാകുമ്പോൾ, അവർക്ക് നാം ഒരു കണക്കുമില്ലാതെ ചെല്ലും ചെലവും തോന്നിയതുപോലെ കൊടുക്കുമ്പോൾ, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ, നമ്മൾ ഓർത്തു വെക്കുക, നാളെ നമ്മുടെ അടുക്കളയിലെ കത്തിയോ കൊടുവാളോ നമ്മുടെ കഴുത്തിന് നേർക്ക് വരും എന്നത് നമ്മൾ ഭയപ്പെട്ടുകൊള്ളുക. എല്ലാം ഫ്രീ ആക്കി കൊടുത്തു. അത് പുതിയ കുട്ടികളല്ലേ, പുതിയ കാലഘട്ടമല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ? അതേ സഹോദരങ്ങളെ, ന്യൂ ജനറേഷനിൽപ്പെട്ട കുട്ടികളാണ്, യുവാക്കളാണ് സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അന്യയായ പെണ്ണിനെ അവന് കിട്ടിയില്ല എന്ന പേരിൽ കൊല്ലുന്നത്, അതുപോലെ തിരിച്ചും പല രൂപത്തിലുള്ള പകയുടെ പേരിൽ കൊന്നുകളയുന്നത് ഇതുപോലെയുള്ള ലഹരിയും മയക്കുമരുന്നും അതുപോലെയുള്ള തോന്നിയവാസങ്ങളും കൊണ്ടാണ്. എത്ര എത്ര വാർത്തകൾ ഈ കേരള മണ്ണ് കണ്ടാലും ഇനിയും പഠിക്കുമോ സഹോദരങ്ങളെ? ഇനിയും നമ്മൾ പഠിക്കുമോ? ഇനിയും നമ്മൾ ചിന്തിക്കുമോ? ഇനിയും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ വീണ്ടും ആളുകൾ ഇന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ലേ? എന്തൊക്കെ രൂപത്തിലുള്ള ന്യായീകരണങ്ങളാണ് നൽകുന്നത്? കൊലപാതകം ചെയ്തവർക്ക് വരെ ന്യായീകരണമാണ്. അവരെ വരെ ന്യായീകരിക്കുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് സഹോദരങ്ങളെ ഖേദകരമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഈ തിന്മകളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, അവന്റെ ദീനിൽ വിശാലതയുള്ള, ഹൃദയ വിശാലതയുള്ള, റാഹത്തിലായ അവസ്ഥയിലായിരിക്കും പവിത്രമാക്കപ്പെട്ട ഒരു രക്തം അവന്റെ കൈകളിൽ പുരളാത്ത കാലത്തോളം. സഹോദരങ്ങളെ, കൈകളിൽ രക്തം പുരണ്ടുവോ നമ്മൾ ഭയപ്പെടുക, നമ്മൾ അങ്ങേയറ്റം പേടിക്കുക. അതിലേക്ക് നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ വരുന്നോ നമ്മൾ ഭയപ്പെടുക. കാരണം ഒരു വാക്ക്, ഒരു വർത്തമാനം, ഒരു ഓങ്ങൽ ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് കലാശിച്ചേക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ. ഒരു മുസ്ലിമിനെ അപവാദം പറയൽ, ചീത്ത വിളിക്കൽ തമ്മാടിത്തമാണ്. വഖിതാലുഹു കുഫ്റുൻ, അവനെ കൊല്ലൽ കുഫ്റാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഖവാരിജുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. അവർ ദീനിൽ നിന്നും തെറിക്കും, അഥവാ അവർ മുസ്ലിമീങ്ങളെ കൊന്നുകളയുമെന്നത് അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ധാരാളം അടയാളങ്ങളിൽ ഒന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കൊലപാതകം എന്നത് ദീനിൽ നിന്ന് തെറിച്ചു പോവാനുള്ള കാരണമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആവർത്തിച്ചു പറയട്ടെ, അള്ളാഹുവിന്റെ ദീനല്ലാതെ,
ഈ പരിശുദ്ധ ഇസ്ലാം അല്ലാതെ ഇതുപോലെ നീതിപൂർണമായ ഒരു നിയമം പഠിപ്പിച്ചു തരാൻ മറ്റൊരു ദീനും ഇന്ന് ദുനിയാവിൽ ലോകത്ത് ഇനി ഉണ്ടാവുകയുമില്ല, ഉണ്ടായിട്ടുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, അതിലെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ പഠിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. തിന്മകൾ, പാപങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മൾ അങ്ങേയറ്റം ഗൗരവത്തോടെ കാണുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, ഖിയാമത്ത് നാളിൽ കൊല ചെയ്യപ്പെട്ടവൻ അഥവാ മരിച്ചുപോയവൻ വരും. കൊന്നവന്റെ മൂർധാവ്, അവന്റെ തല കൈകളിലേന്തിയിട്ട്, എത്രത്തോളം ഹദീസിൽ കാണാം, അവന്റെ കണ്ടനാടി, അവന്റെ ഞരമ്പ് പൊട്ടി രക്തം ഒലിക്കുന്ന രൂപത്തിലായിരിക്കും കൊല്ലപ്പെട്ടവൻ കൊന്നവനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവൻ പറയും, യാ റബ്ബ് ഖതലനി ഹാദാ, എന്റെ റബ്ബേ, ഇതാ ഇവൻ എന്നെ കൊന്നിരിക്കുന്നു, ഇവൻ ദുനിയാവിൽ വെച്ച് എന്നെ കൊന്നവനാണ്. ഹത്താ യുദ്നീഹി മിനൽ അർശ്, അള്ളാഹുവിന്റെ അരികിലേക്ക്, അർശിന്റെ അരികിലേക്ക് അവൻ ആ പരാതിയുമായി ചെല്ലുമെന്നതാണ്. സഹോദരങ്ങളെ, എല്ലാ പാപങ്ങളും എല്ലാവിധ ഇടപാടുകളും നമുക്ക് ദുനിയാവിൽ നമുക്ക് പകരം കൊടുക്കാം. ഒരാൾ ഉദാഹരണത്തിന് മോഷണം ചെയ്തു പോയി, അതല്ലെങ്കിൽ വല്ലതും പറഞ്ഞുപോയി, അപവാദം പറഞ്ഞുപോയി, പ്രായശ്ചിത്തം അത് പറഞ്ഞു തീർക്കാം, കൊടുത്തു തീർക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, ഒരു ജീവൻ ഹനിച്ചു കഴിഞ്ഞാൽ, ഒരാളെ കൊല ചെയ്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ദുനിയാവിൽ അതിന് പ്രതിക്രിയ നേടിയാലും ശരി, അഥവാ തൂക്കിക്കൊല്ലപ്പെട്ടാലും ശരി, അതല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥയിൽ രക്ഷപ്പെട്ടാലും ശരി, പരലോകത്ത് ആ കൊല്ലപ്പെട്ടവൻ ഇതുപോലെ വരും. കൊല്ലപ്പെട്ടവൻ വരും. കൊല ചെയ്തവൻ എങ്ങനെ ഏത് രൂപത്തിൽ രക്ഷപ്പെട്ടാലും കൊല്ലപ്പെട്ടവൻ സഹോദരങ്ങളെ പരലോകത്ത് വരും. ആ കൊല്ലപ്പെട്ടവനുമായിട്ടുള്ള ബാധ്യത നമുക്ക് തീരുന്നില്ല. ആ കൊല്ലപ്പെട്ടവനോടുള്ള ബാധ്യത നമുക്ക് തീരുന്നില്ല. അവൻ പരലോകത്ത് വരും. എങ്ങനെയാണ് വരിക? ഹദീസിൽ കാണുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൊല്ലപ്പെട്ടവൻ കൊന്നവന്റെ മൂർധാവ് തല ഇങ്ങനെ പിടിച്ചിട്ടാണ് വരിക എന്നാണ്. വലത് കൈകൊണ്ട് അതല്ലെങ്കിൽ ഇടത് കൈകൊണ്ട് പിടിച്ചുകൊണ്ടാണ് വരിക. ആ പിടുത്തത്തിൽ അവന്റെ കഴുത്തിന്റെ ഞരമ്പ് പൊട്ടി രക്തം ഒലിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അഥവാ സഹോദരങ്ങളെ, കൊല ചെയ്യപ്പെട്ടവൻ കൊന്നവനെ പരലോകത്ത് വെച്ച് പിടിക്കുന്ന ആ രംഗമാണത്. എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ട് പറയുകയാണ്, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇവൻ എന്നെ കൊന്നിരിക്കുന്നു, ഇവൻ എന്നെ കൊന്നവനാണ് എന്ന് പറയുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് കാണാം, ഇന്ന മിൻ വറതാതിൽ ഉമൂരില്ലതി ലാ മഖ്റജ ലിമൻ ഔഖഅ നഫ്സഹു ഫീഹാ സഫ്ക ദമിൽ ഹറാമി ബിഗൈരി ഹില്ലിഹി. ഒരു കാരണവശാലും ആരെങ്കിലും പെട്ടുപോയാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള തെറ്റാണ് അന്യായമായി ഒരു നഫ്സിനെ കൊല്ലുക, രക്തം ചിന്തുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ്. ഒരു കാരണവശാലും കൊല്ലപ്പെട്ടവനോട് സഹോദരങ്ങളെ ഏത് രൂപത്തിലാണ് ബാധ്യത തീർക്കാൻ സാധിക്കുക? അവനവന്റെ ജീവൻ ത്യജിച്ചുകൊണ്ട് പോയി, അവൻ മരിച്ചുപോയി. ഇനി പരലോകത്ത് മാത്രമാണ്. ആ പരലോകത്ത് വരുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ജീവൻ ഹനിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ അപരാധമായിട്ട്, പാപമായിട്ട് നാം കാണേണ്ടതുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിം അല്ലാത്ത ഒരാളായാൽ പോലും അവിടുന്ന് പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. പരസ്പരം കരാറിൽ ജീവിക്കുന്ന, പരസ്പരം ഇടകലർന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരാളെ, മുസ്ലിം അല്ലാത്ത ഒരാളെ ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ ലം യരിഹ് റായിഹത്തൽ ജന്ന, അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ എത്ര പവിത്രമായിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവൻ കണ്ടിട്ടുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ. ഇതിന് നേർവിരുദ്ധമാണ് സഹോദരങ്ങളെ ദീനില്ലാത്ത മതനിഷേധികൾക്ക് ലോകത്ത് ഇത്രയും നീചവൃത്തികൾ, ഇത്രയും ധാരാളക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് ഇതുപോലെയുള്ള നിരീശ്വര നിർമ്മതവാദികളാണ്.
അതുകൊണ്ട് തന്നെ കൊലപാതകം എന്നത് അവർക്കൊരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ട, മയക്കുമരുന്നിനടിമപ്പെട്ട ആളുകൾ, കാരണം സ്വബോധം നഷ്ടപ്പെട്ട അവന്റെ സ്വന്തം സുഖങ്ങളല്ലാതെ മറ്റൊരാളുടെ ഒരു കാര്യവും ചിന്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ എത്ര ഗൗരവത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമ്മൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവ്വലു മാ യുഖ്ലാ ബൈനൻ നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ. സൃഷ്ടികൾക്കിടയിൽ, സൃഷ്ടികളുമായി, പടപ്പുകളുമായി ബന്ധപ്പെട്ട ഹക്കുകൾ, ബാധ്യതകളിൽ ആദ്യമായി ഖിയാമത്ത് നാളിൽ വിധി കൽപ്പിക്കുക, തീർപ്പ് കൽപ്പിക്കുക രക്തത്തിന്റെ വിഷയത്തിലാണ്. അഥവാ സഹോദരങ്ങളെ, ഇതുപോലെ കൊന്നവൻ, അതുപോലെ കൊല ചെയ്യപ്പെട്ടവൻ, അവർക്കിടയിലുള്ള തീർപ്പാണ് ആദ്യമായി സൃഷ്ടികൾക്കിടയിലുള്ള ബാധ്യതകളിൽ കൽപ്പിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. ഒരു നഫ്സിനെ കൊല്ലുക, ഒരാളെ കൊല്ലുക എന്നത് ഗുരുതരമാണ്. ഒരുപാട് ആളുകളെ എണ്ണവും കണക്കുമില്ലാതെ കൊന്നു തള്ളിയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഖിയാമത്ത് നാളിൽ പരലോകത്ത് അവന്റെ അവസ്ഥ? എങ്ങനെയായിരിക്കും നാളെ റബ്ബിന്റെ മുന്നിൽ അവൻ വരിക എന്നത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഈ പറഞ്ഞ തിന്മ, ഗുരുതരമായ അപരാധമായ കൊലപാതകം, അതിന് ഖിസാസ് നിശ്ചയിച്ചത്. അല്ലാഹു പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് പരസ്പരം പ്രതിക്രിയയിൽ, അഥവാ കൊന്നവനെ കൊല്ലുക, ഇങ്ങനെയുള്ള നഷ്ടപരിഹാരങ്ങൾ, അതുപോലെയുള്ള നിയമങ്ങൾ നാം നിശ്ചയിച്ചത് ഹയാതുൻ. അല്ലാഹു പറയുകയാണ്, അതിലാണ് നിങ്ങൾക്ക് ജീവനുള്ളത്, അതിലാണ് നിങ്ങൾക്ക് ജീവിതമുള്ളത്. ബുദ്ധിയുള്ളവരെ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുമെങ്കിൽ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികളിൽ ചിലർ പറഞ്ഞതായി കാണാം, ജഅലല്ലാഹുൽ ഖിസാസ ഹയാതൻ, കൊന്നവനെ കൊല്ലുക എന്ന ഇതുപോലെയുള്ള ഖിസാസ്, പ്രതിക്രിയ എന്നത് അള്ളാഹു മനുഷ്യർക്കുള്ള ജീവിതമായി, അവരുടെ ജീവനായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫകം മിൻ റജുലിൻ യുരീദു അൻ യഖ്തുല ഫതംനഉഹു മഖാഫത അൻ യുഖ്തൽ. എത്ര ആളുകളുണ്ട്, അവർ പലപ്പോഴും പലരെയും കൊന്നുകളയണം എന്ന് ചിന്തിക്കും, പക്ഷേ തിരിച്ചു കൊല്ലപ്പെടുമല്ലോ, അവന്റെ പ്രതിക്രിയ നടക്കുമല്ലോ എന്നത് പേടിച്ചുകൊണ്ട് അവൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നോക്കൂ, ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും നീതിപൂർണമാണ്. സഹോദരങ്ങളെ, രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനും മനുഷ്യജീവനുമെല്ലാം പവിത്രത നൽകിയ, വില നൽകിയ മഹത്തായ ദീനാണ് അള്ളാഹുവിന്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ ദീനിൽ ഓരോന്നിനും കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. അത് ആളുകൾക്ക് ഇതുപോലെയുള്ള തിന്മകൾ ചെയ്യാതിരിക്കാൻ, ഭയപ്പെട്ട് മാറി നിൽക്കാൻ വേണ്ടിയാണ്. കാരണം ഇത് ഭയപ്പെടേണ്ടത് തന്നെയാണ് സഹോദരങ്ങളെ, അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൈകളിൽ ഒരു രക്തക്കറ പുരളാൻ പാടില്ല. അങ്ങനെ നാളെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നത് വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ, അങ്ങേയറ്റം നാം പേടിക്കേണ്ട കാര്യമാണ്. വാക്കുകൊണ്ട് പോലും നിന്നെ കൊന്നുകളയും, നിന്നെ തീർത്തുകളയും എന്ന് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു പോവരുത്. വാക്കുകൊണ്ട് പോലും കൊലപാതകമെന്നത്, കൊന്നുകളയുമെന്നത്, തീർത്തുകളയുമെന്നത് നമ്മുടെ നാവിൻ തുമ്പത്ത് വരാൻ പാടില്ല. ഇത് ഗൗരവമാണ്, വളരെ ഗൗരവമാണ് എന്നാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു നൽകുന്നത്. പറഞ്ഞ് ഒരുപക്ഷെ അതിൽ ആവേശം പൂണ്ട് ഒരു സുപ്രഭാതത്തിൽ അത് ചെയ്തു പോയേക്കാം. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കൊല്ലണമെന്ന് വിചാരിച്ച അവസാനം കൊന്നുകളയുകയാണ്. എന്നിട്ട് നേരത്തെ നമ്മൾ കേട്ടതുപോലെ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുപോലെ തീരാ ദുഃഖത്തിൽ ആണ്ടുപോവുകയാണ്. എവിടെ കൊണ്ട് തീർക്കും സഹോദരങ്ങളെ ആ സങ്കടം? കൊന്നുകഴിഞ്ഞാൽ ആ അവന്റെ നഷ്ടം എങ്ങനെ നമ്മൾ നികത്തി കൊടുക്കും? ദുനിയാവിൽ അവന് നഷ്ടപ്പെട്ടവന്റെ കുടുംബം, അവന്റെ മാതാപിതാക്കൾ, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, എന്ത് പകരം നമുക്ക് നൽകാൻ സാധിക്കും? നമ്മുടെ ജീവൻ പകരം നൽകിയാൽ അതിന് പകരമാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ദുനിയാവിൽ നഷ്ടക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ, പരലോകത്ത് അങ്ങേയറ്റം നഷ്ടത്തിൽ ചെന്നു പതിക്കാതിരിക്കാൻ, സങ്കടത്തിന്റെ കണ്ണീരിന്റെ കടലിൽ ആണ്ടുപോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ തിന്മയിൽ നിന്ന് അങ്ങേയറ്റം വിട്ടുനിൽക്കേണ്ടതാണ്. അത് ഗുരുതരമായ അപരാധമാണ് എന്ന് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുകയും നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ ചെറിയ മക്കൾക്ക്, യുവതലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് വിട്ടുവീഴ്ച പഠിപ്പിച്ചു കൊടുക്കണം.
അള്ളാഹുവിന്റെ ദീനിലെ സൗമ്യതയും അതുപോലെയുള്ള മാന്യതയും പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും മറ്റവൻ്റെത് എൻ്റെ പോക്കറ്റിലാക്കാം എന്നതല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എനിക്കിങ്ങോട്ട് കിട്ടാനുള്ളതിനേക്കാൾ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതിന്റെ ബാധ്യത മക്കൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ബാധ്യത മക്കൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ല, അങ്ങോട്ട് കൊടുക്കാനുള്ളതിനെ കുറിച്ച് ഭയപ്പാടും ആലോചനയും ചിന്തയും ഉണ്ടാവാൻ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ വിട്ടുവീഴ്ച സഹോദരങ്ങളെ, വിട്ടുവീഴ്ച മനോഭാവം പഠിപ്പിച്ചു കൊടുക്കുക. ഒരുത്തൻ തല്ലിയാൽ തിരിച്ച് തല്ലിയേ മതിയാവൂ എന്നല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കളിൽ ഒരാൾ പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടില്ലേ നേരത്തെ? നീ എനിക്ക് നേർക്ക് കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ നീട്ടുകയില്ല, കാരണം ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. സഹോദരങ്ങളെ, അതാണ് മാർഗം. റബ്ബിനെ ഭയപ്പെടാൻ, ഏത് തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ, ഏത് തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ഞാൻ ഭയക്കുന്നു, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു സത്യവിശ്വാസിയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് നമ്മൾ സ്വന്തം നമ്മുടെ നഫ്സിൽ, നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും നമ്മുടെ തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. യുവതലമുറകൾക്ക്, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. തല്ലിയവനെ തിരിച്ചു തല്ലണം എന്ന് പറയുന്നതിന് മുന്നേ വിട്ടുവീഴ്ചയാണ് ഉത്തമം എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. ശരിയാണ്, ഇങ്ങോട്ട് ഉപദ്രവിച്ചയാളെ അതിന്റെ തോതിൽ അങ്ങോട്ട് ഉപദ്രവിക്കാം, പക്ഷേ വിട്ടുവീഴ്ചയാണ് ഉത്തമം എന്നും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ ദീനിലെ ഇങ്ങനെയുള്ള നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. അതുപോലെ അതിലായിക്കൊണ്ടവരെ വളർത്തണം. ഇന്നത്തെ ഗെയിമുകൾ എന്താണ് സഹോദരങ്ങളെ? തുരുതുരാ വടിയുതിർക്കുകയാണ്, കൊല്ലുകയാണ്, കൊന്നു പഠിക്കുകയാണ്. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ, സ്ക്രീനിന് മുന്നിൽ കൊന്നു പഠിക്കുകയാണ്. കൊന്നിട്ടാണ് അവൻ മുന്നേറുന്നത്, കൊന്നുകൊണ്ട്. പഴയകാലത്തെ കളികൾ പോലെയല്ല. അതിന്ന് മക്കൾ പൈസ കൊടുത്ത് രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുകയാണ് മക്കൾക്ക്. എന്നിട്ട് അവരെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ്. നല്ല വലിയ ഗണ്ണും അതുപോലെയുള്ളതും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവർക്ക്. എന്നിട്ട് എങ്ങനെ വെക്കണം, എങ്ങനെ കൊല്ലണം, തിരിച്ചും മറിച്ചും കിടന്നും ഇരുന്നും കൊന്നു പഠിക്കുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത് എന്നത് എത്ര ഖേദകരമാണ്. ഈ മക്കൾ സഹോദരങ്ങളെ പുറത്തിറങ്ങിയാൽ തോന്നും, ഞാൻ ആ സ്ക്രീനിൽ വെച്ചതുപോലെ ഒന്നിവന്റെ നെഞ്ചത്തേക്കും വെച്ചാലോ? നാളെ അത് തന്നെയാണ് ഈ രക്ഷിതാവിന്റെ, ഈ വാപ്പയുടെ, ഉമ്മയുടെ നെഞ്ചത്ത്, കഴുത്തിലേക്ക് അവന്റെ കൈകൾ പാഞ്ഞു കയറുന്നത്. ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ചെടുക്കുക, നാം സ്വന്തം അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക. അതുപോലെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാവട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം കാണട്ടെ, വിട്ടുവീഴ്ച മനോഭാവവും അതുപോലെയുള്ള കാര്യങ്ങളും കാണട്ടെ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് സഹോദരങ്ങളെ നമുക്ക് കാണാം. അദ്ദേഹത്തോട്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, ഇൽമ്, വിജ്ഞാനം എനിക്ക് താങ്കൾ ചുരുക്കി എഴുതി തരണം. ദീനിൽ എന്തൊക്കെ വിജ്ഞാനങ്ങളുണ്ടോ അതൊക്കെ ചുരുക്കി ഒന്ന് താങ്കൾ എഴുതി തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നക കതബ്ത ഇലയ്യ തസ്അലുനി അനിൽ ഇൽം. ഇൽമ്, വിജ്ഞാനം നിനക്ക് എഴുതി തരണം എന്നാണ് നീ എനിക്ക് എഴുത്തയച്ചത്, അറിയിച്ചത്. വൽ ഇൽമു അക്സറു മിൻ അൻ അക്തുബ ബിഹി ഇലൈക. വിജ്ഞാനം എന്നാൽ, ദീനിലെ അറിവ് എന്നാൽ നിനക്ക് എഴുതി തരാൻ മാത്രമുള്ളതല്ല, അതിനേക്കാൾ ധാരാളക്കണക്കിനുണ്ട്. വലാകിൻ, എന്നാൽ വളരെ മഹത്തായ ചില അറിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇനിസ്തതഅത അൻ തൽഖല്ലാഹ അസ്സ വജല്ല വഅൻത ഖഫീഫുദ് ദഹരി മിൻ ദിമാഇൽ മുസ്ലിമീൻ. നിനക്ക് സാധിക്കുമോ നീ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നിന്റെ മുതുകത്ത് മുസ്ലിമീങ്ങളുടെ ഒരാളുടെയും രക്തം ഇല്ലാത്ത രൂപത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. ഖഫീഫുൽ ബത്നി മിൻ അംവാലിഹിം, അവരുടെ സമ്പത്ത് ഭുജിച്ച് അങ്ങനെ വയറ് നിറക്കാത്ത ഒരവസ്ഥയിൽ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിക്കുമോ? അങ്ങനെ നീ ചെല്ലുക. കാഫുൽ ലിസാനി അൻ അറാദിഹിം, അവരുടെ അഭിമാനത്തെ പിച്ചു ചീന്താത്ത ഒരു നാവുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ? നീ അത് ചെയ്യുക. ലാസിമൻ ലി ജമാഅതിഹിം, മുസ്ലിമീങ്ങളുടെ ഐക്യം മുറുകെ പിടിക്കാൻ നിനക്ക് സാധിക്കുമോ? നീ അതും ഫഫഅൽ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. എന്തൊക്കെയാണ് സഹോദരങ്ങളെ പറഞ്ഞു കൊടുത്തത്? രക്തം, ഒരൊറ്റൊരാളുടെ, ഒരു മുസ്ലിമിന്റെ രക്തം നിന്റെ കൈകളിൽ പുരളാതെ, നിന്റെ മുതുകത്തതിന്റെ ഭാരമില്ലാതെ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. അതുപോലെ അവരുടെ സമ്പത്ത്
തിന്നാതെ അന്യായമായി ഭക്ഷിക്കാത്ത രൂപത്തിൽ, അവരുടെ അഭിമാനം പിച്ചു ചീന്താത്ത രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ ഐക്യം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ, അങ്ങനെ നീ റബ്ബിനെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിക്കുമോ, നീ അത് ചെയ്യുക എന്ന ഉപദേശം വിജ്ഞാനമായി ഇൽമായി കൊടുക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുമുള്ള മഹത്തായ വസിയ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഗുരുതരമായ അപരാധങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തിന്മകൾ, പാപങ്ങൾ അതെല്ലാം ഗുരുതരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങളിൽ 7 വൻപാപങ്ങൾ എണ്ണിപ്പറഞ്ഞു. ശിർക്കും, മാരണവും, കൊലപാതകവും, അതുപോലെ യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കലും, പലിശയും, അതുപോലെ യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടലും, അതുപോലെ തന്നെ മുഅ്മിനത്തായ നല്ല സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയലും തുടങ്ങി ഗുരുതരമായ അപരാധങ്ങൾ എണ്ണിപ്പഠിപ്പിച്ചു. ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത് എന്നാണ് പറഞ്ഞത്. നശിപ്പിച്ചു കളയുന്ന, ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും നശിപ്പിച്ചു കളയുന്ന തിന്മകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ എല്ലാ തിന്മകളും ഗുരുതരമാണ്, ഗൗരവമാണ്. എല്ലാ തിന്മകളിൽ നിന്നും ഓടി അകലേണ്ടവനാണ് ഓരോ മുസ്ലിമും. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തിന്മകളാണ്, പാപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കുചേർക്കുക, ശിർക്ക് ചെയ്യുക എന്ന ഗുരുതരമായ അപരാധം കഴിഞ്ഞാൽ പിന്നെ ഗുരുതരമായ പാപമായി എണ്ണിയത് കൊലപാതകമാണ്. അതുപോലെ ധാരാളം തിന്മകളുണ്ട്. അത്തരം തിന്മകളിൽ ഗുരുതരമായി ഗൗരവത്തോടെ നമ്മൾ അകന്നു നിൽക്കേണ്ടതാണ്. ബിദ്അത്തുകൾ, അതിൽ നിന്നും നാം മാറി നിൽക്കേണ്ടതുണ്ട്. അതും തിന്മയാണ്. അത് മതമുണ്ടാക്കലാണ്, ദീനുണ്ടാക്കലാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത ഇബാദത്തുകൾ പുതുതായി കടത്തിക്കൂട്ടലാണ്. സഹോദരങ്ങളെ, റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അതിന്റെ അവസാനത്തിലാണ് നമ്മൾ ഉള്ളത്. റജബിന്റെ 27 രാവിന് പ്രത്യേകം ഒരു ആഘോഷമോ ഇബാദത്തുകളോ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ റജബ് 27 ഇസ്രാ മിഅ്റാജിന്റെ നോമ്പ് എന്ന രൂപത്തിൽ പല ആളുകളും നോമ്പെടുക്കാറുണ്ട്. ഇസ്രാ മിഅ്റാജ് എന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കൃത്യമായി വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ ഇസ്രാ എന്നൊരു അധ്യായം തന്നെ 17ാമത്തെ അധ്യായമായി നമുക്ക് കാണാം. എന്നാൽ ആ ഇസ്രാഉം മിഅ്റാജും ഏതൊരു റസൂലിനാണോ സംഭവിച്ചത്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എന്താണോ പഠിപ്പിച്ചു തന്നത് അത് മാത്രമേ നമുക്ക് വിശ്വസിക്കാനും ആചരിക്കാനും പാടുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൂഹോടെ, ജസദോടെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖ് എന്ന വാഹനത്തിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ പോവുകയും അവിടെ നിന്ന് 7 ആകാശം വരെ മുകളിലേക്ക് കയറിപ്പോവുകയും ചെയ്ത സംഭവമാണ് അൽ ഇസ്രാ വൽ മിഅ്റാജ്. ആ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ തഫ്സീറുകളിൽ എവിടെയും അഹ്ലുസുന്നത്തിന്റെ ഒരൊറ്റ പണ്ഡിതന്മാരും അന്നൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് സ്ഥിരപ്പെടാത്തതാണ്. അന്ന് പ്രത്യേകം ആരാധനകളോ നിസ്കാരമോ അങ്ങനെയുള്ള ഒന്നും പല ആളുകളും, പല പണ്ഡിത പുരോഹിത വേഷധാരികൾ റജബ് 1 മുതലേ തുടങ്ങിയിട്ടുണ്ട്. 1ാമത്തെ തീയതി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് പുതിയതായി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. റജബ് 27 രാവിലെ ഇന്നത് ചൊല്ലണം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചൊല്ലണം, പിന്നെ ഇത്ര ചൊല്ലണം. സഹോദരങ്ങളെ, എങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് വിരോധിച്ചതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അവിടുന്ന് വിരോധിച്ചതാണ് എല്ലാ ബിദ്അത്തുകളും പുത്തനാചാരങ്ങൾ അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സാന്ദർഭികമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ, റജബ് മാസം പവിത്രമാക്കപ്പെട്ട മാസമാണ്. ആ വിഷയം നമ്മൾ കേട്ടതാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ.
അതല്ലാതെ എന്തെങ്കിലും ഒരു ഇബാദത്ത് പുതുതായി കടത്തിക്കൂട്ടണമെങ്കിൽ അതിന് തെളിവ് വേണം എന്ന് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, ദീൻ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.